വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചു. വചനം പറയുന്നത് ഒരു ഭാഗ്യമാണ്, വചനം വായിക്കുന്നത് ഒരു ഭാഗ്യമാണ്, വചനം കേൾക്കുന്നത് ഒരു ഭാഗ്യമാണ്. ഈ ലോകത്തിൽ അനേകർക്ക് ലഭിക്കാത്തൊരു ഭാഗ്യം. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും, ഈ ലോകത്തിൽ ആരെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും യേശുക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കുന്നത്, യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ അനുഭവിക്കുവാൻ സാധിക്കുന്നത്, അതിനും വലിയൊരു ഭാഗ്യം ഇല്ല. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ്. അതിനും വലിയൊരു ഭാഗ്യം എന്താണ് പ്രിയരെ ഉള്ളത്? എന്തൊരു പ്രത്യാശയാണ്, എന്തൊരു സന്തോഷമാണ്. എന്തെല്ലാം വന്നാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ ഇന്ന് കടന്നുപോയാൽ സ്വർഗരാജ്യത്തിലാണ്. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത്. കർത്താവ് കൃപയാൽ യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ ഒരു ഭാഗ്യം എനിക്കും തരുന്നു. ഞാൻ അങ്ങനെ ജീവിച്ചൊരു വ്യക്തി ആയിരുന്നില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചൊരു വ്യക്തി ആയിരുന്നില്ല. എനിക്ക് വചനം എടുക്കുന്നത് അത്ര സന്തോഷമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നോട് ഇടപെടുന്നു. ഈ ലോകത്തിൽ യേശുക്രിസ്തുവിനായി ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം കൃപയാൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ തരുന്നു. ഒരു വിശുദ്ധിയോടെ നിൽക്കണമെന്നുള്ളൊരാഗ്രഹം, യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്നുള്ളൊരാഗ്രഹം. ഈ അന്ത്യകാലഘട്ടത്തിൽ ലോകം അതിൻ്റെ നാശത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനായി ജീവിക്കുക. പ്രിയ സ്നേഹിതരെ, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നാം ഇന്ന് പല പല സഭകളിൽ, പല പല കൂട്ടായ്മകളിൽ, അല്ല പല പല മതങ്ങളിൽ ഇന്നായിരിക്കുന്നു. നാം ഇന്ന് വിശ്വാസികളെന്ന് നമുക്ക് പേരുണ്ട്. ഒരു പടിയോടെ കിടന്നാൽ നാം ഇന്ന് ദൈവവേലക്കാർ എന്ന് നമുക്ക് പേരുണ്ട്. എന്നാൽ നാം ഇന്ന് ചിന്തിച്ച് നോക്കണം, നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥമായ ഒരു വിശ്വാസമുണ്ടോ? നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തോട് ചിന്തിക്കണം. നാം ഇന്ന് വചനം കേൾക്കുന്നു, കൂട്ടായ്മയ്ക്ക് വരുന്നു, അല്ല കുർബാന കാണാൻ പോകുന്നു, കുർബാന അനുഭവിക്കുന്നു, നാം സാക്ഷ്യം പറയുന്നു, വചനം പറയുന്നു, ഗാനങ്ങൾ ആലപിക്കുന്നു, വചനം വായിക്കുന്നു, എല്ലാം ശരിയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എൻ്റെ രഹസ്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ഹൃദയങ്ങളെ കാണുന്ന യേശുക്രിസ്തു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസമുണ്ടോ? നാം പറയും സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ നാം പറയും ഉണ്ട്. വിശ്വാസമുണ്ടോ? ഉണ്ട്. നാം കൈകളെ ഉയർത്തും. നരകമുണ്ടോ? ഉണ്ട്. എനിക്ക് വിശ്വാസമുണ്ട്, കൈകളെ ഉയർത്തും. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് ഞാൻ കടന്നു പോയാൽ, അല്ല ഈ നിമിഷം എൻ്റെ യേശുക്രിസ്തു രണ്ടാമത് കടന്നു വന്നാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നാം ലോകപ്രകാരമുള്ള മനുഷ്യനോടല്ല ചോദിക്കുന്നത്, ഒരു ലൗകികനായ മനുഷ്യനോടല്ല ചോദിക്കുന്നത്. വിശ്വാസികൾ എന്ന പേരുള്ള നാം ഓരോരുത്തരോടുമാണ് നാം ചോദിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തോട് നാം ചോദിക്കണം, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എനിക്കെല്ലാം ഉണ്ട്, എന്നാൽ ഇന്ന് ഞാൻ കടന്നുപോയാൽ സ്വർഗരാജ്യത്തിലെത്തുമോ? എങ്ങനെയാണ് നാം അത് തിരിച്ചറിയുന്നത്? വേറെ ഒന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ? പുറമേ നാം പാപം ചെയ്യുന്നില്ലായിരിക്കും, പുറമേ നാം പ്രത്യേകിച്ച് ഒരു ലൗകിക മനുഷ്യൻ ചെയ്യുന്നത് പോലെ പ്രത്യേകിച്ച് ഒന്നും നാം ചെയ്യുന്നില്ലായിരിക്കും. മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, അല്ല സിനിമ കാണുന്നില്ല, പ്രത്യേകിച്ച് കോപിക്കുന്നില്ല, എല്ലാവരോടും സമാധാനമായി ജീവിക്കുന്നു. എന്നാൽ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? നാം ചിന്തിക്കണം. അതിനായി നമുക്കിന്ന് അവസരങ്ങൾ ലഭിക്കുകയാണ്. നമ്മുടെ ശുദ്ധീകരണത്തിനുള്ള വചനം നമുക്ക് ലഭിക്കുകയാണ്. നമ്മളെ യോഗ്യത കൊണ്ടല്ല, നമ്മളുടെ ഏതെങ്കിലും കഴിവ് കൊണ്ടല്ല, എന്നാൽ ദൈവത്തിന് നമ്മോട് കരുണ തോന്നുന്നു, നമ്മോട് സ്നേഹം തോന്നുന്നു. പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവമെന്ന്.
നമ്മുടെ ജനനം മുതൽ നമ്മെ വേർതിരിച്ച് അവൻ്റെ കൃപയാൽ നമ്മെ വിളിച്ചു, നമ്മെ വേർതിരിച്ചു, നമ്മെ വിളിച്ചു. നമ്മെ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ് നാം. ഈ ഭൂമിയിൽ നിന്ന്, അന്ത്യകാലഘട്ടത്തിൽ നാശത്തിലേക്ക് അതിവേഗം ഓടുന്ന ഈ ലോകത്തിൽ നിന്ന്, കോടാനുകോടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മെ വേർതിരിച്ചു. നമ്മെ ജനനം മുതൽ വേർതിരിച്ചു. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മെ വേർതിരിച്ചു, നമ്മെ വിളിച്ചു കൂട്ടി. നാം അറിയുന്നുണ്ടോ ഇതിൻ്റെ വില? നാം ഇന്നറിയില്ല. എന്നാൽ നാം അക്കരെ നാട്ടിൽ ചെല്ലുമ്പോൾ നാം അറിയും, മകനെ, മകളെ, നിന്നെ ഞാൻ വേർതിരിച്ചതാണ്, നിന്നെ ഞാൻ സ്നേഹിച്ചതാണ്, നിന്നോട് കരുണ തോന്നി ഞാൻ വിളിച്ചതാണ്, നീ അനേകം നശിക്കുന്നവരുടെ ഇടയിൽ നിന്ന്, ആ ഒരു സമൂഹത്തിൽ നിന്ന് നിന്നെ വേർതിരിച്ചെടുത്തതാണ്. എനിക്ക് എൻ്റെ മടിയിൽ നിന്നെ ഇരുത്തണമായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നെ ഇവിടെ എത്തിക്കണമെന്ന് എനിക്കൊരു നിർണയമുണ്ടായിരുന്നു. പ്രിയ മകനെ, മകളെ, നീ അതറിഞ്ഞോ? നീ വചനം കേട്ടപ്പോൾ നീ അതറിഞ്ഞോ? നീ അന്ന് ടി വിയിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഈ വചനം കേട്ടപ്പോൾ നീ അറിഞ്ഞിരുന്നോ? മകനെ, മകളെ, നീ അന്ന് ആ സമർപ്പണം എടുത്തില്ലേ? അന്ന് ഞാൻ നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു. നീ അന്ന് എന്നെ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചില്ലേ? ഞാനന്ന് നിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് നിനക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നത്. നിന്നെ ഞാനാണ് ഈ വചനം കേൾക്കാൻ വിളിച്ചുകൊണ്ട് വന്നത്. ഞാനാണ് നിൻ്റെ ഹൃദയത്തിൽ ആ യൂട്യൂബ് ഒന്ന് ഓണാക്കുവാൻ, അല്ല ആ ടി വി ഒന്ന് ഓണാക്കുവാൻ നിനക്ക് നിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു തന്നത് ഞാനാണ്. മകനെ, നിനക്ക് അത് ഇന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? അന്ന് നാം അതിൻ്റെ വില അറിയും. നമ്മെ വേർതിരിച്ചു അവൻ്റെ കൃപയാൽ. ഈ അന്ത്യകാലഘട്ടത്തിൽ നമ്മെ വേർതിരിച്ചു. പ്രിയമുള്ളവരെ, ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് ഓടുന്നു. ഇന്ന് കാണുന്ന ലക്ഷണങ്ങളെല്ലാം അങ്ങനെയാണ്. നമുക്കെല്ലാം അറിയാം. നാം ഇതെല്ലാം വായിക്കുന്നതാണ്. നാം ഇന്ന് അനേകം പത്രമാധ്യമങ്ങളിലൂടെ ഇതെല്ലാം അറിയുന്നതാണ്. ലോകം അവസാനിക്കാറായി എന്ന് നാം അത് പറയും. അല്ല, നാം അതിൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കും. അല്ല, നാം അതിൻ്റെ ബൈബിൾ ക്ലാസ്സുകൾ മണിക്കൂറുകളോളം കേൾക്കും. വെളിപ്പാട് പുസ്തകവും അല്ല ദാനിയേൽ പുസ്തകവും എല്ലാം എടുത്തു വെച്ചുകൊണ്ട് നാം അതിനെ ലിങ്ക് ചെയ്ത് സംസാരിക്കും. നാം വാക്യങ്ങൾ കോട്ട് ചെയ്ത് സംസാരിക്കും. ലോകം അവസാനിക്കാറായി, യേശുക്രിസ്തു വരാറായി, കണ്ടില്ലേ യുദ്ധങ്ങൾ നടക്കുന്നു, ഈ ലോകത്തിൽ അതിക്രമം പെരുങ്ങിയിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ലേ എന്നെല്ലാം നാം വാതോരാതെ പ്രസംഗിക്കും. എന്നാൽ ഇന്ന് യേശു വന്നാൽ ഞാൻ കടന്നു പോകുമോ? ലോകം അവസാനിച്ചാൽ ഞാൻ കടന്നു പോകുമോ? പ്രിയമുള്ളവരെ, ആ ഒരു നിർണയം നാം പ്രാപിക്കണം. ആ ഒരു ഉറപ്പ് നാം പ്രാപിക്കണം. ഇന്ന് ഉറപ്പ് പ്രാപിച്ച് വേണം നാം പോകുവാൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെയും കൊണ്ട് വേണം നാം ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കുവാൻ. യേശുക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ അന്ത്യകാലത്തിൽ നിന്റെ കൃപ എനിക്ക് ലഭിച്ചു, ഈ കൃപയ്ക്കൊത്തവണ്ണം എന്നെ ജീവിപ്പിക്കണമേ എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അന്ത്യകാലഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത്? 2 തിമോത്തിയോസ് അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യം മുതൽ അങ്ങനെയാണ്. എന്താണ് വായിക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. നാം വായിച്ചു കേട്ടത് പ്രത്യേകിച്ച് കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. അന്ത്യകാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. എനിക്കതിൽ 2-ാം വാക്യത്തിൽ ഞാൻ ഇങ്ങനെ വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മനുഷ്യർ സ്വസ്നേഹികൾ എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയും, അല്ല, ക്രിസ്ത്യാനികൾ എന്ന പേരുള്ളവർ, വിശ്വാസികൾ എന്ന പേരുള്ളവർ, കൂട്ടായ്മക്കാർ എന്ന പേരുള്ളവർ സ്വസ്നേഹികളായിപ്പോയി. അവർ ദ്രവ്യാഗ്രഹികളായിപ്പോയി. അവർ ദൂഷകന്മാരായിപ്പോയി. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടം അന്ത്യകാലഘട്ടമല്ലേ? ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി മാറി. ഭക്തിയുടെ വേഷമുണ്ട്. എനിക്ക് വെള്ള ഉടുപ്പിട്ട് വെള്ള ഷർട്ടിട്ട് എനിക്ക് പ്രസംഗിക്കാം, വെള്ള ഷർട്ടിട്ട് എനിക്ക് കൂട്ടായ്മയ്ക്ക് വരാം, വെള്ള ഷർട്ടിട്ട് എനിക്ക് പള്ളിയിൽ പോകാം. അല്ല, ഭക്തിയുടെ വേഷം ധരിക്കാം. പുറമേ എല്ലാം കൊണ്ട് ഭക്തിയാണ്. പുറമേ വായിൽ സ്തുതിയുണ്ട്, പുറമേ വായിൽ പാട്ടുണ്ട്. എന്നാൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവർ, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്ന് നാം വായിക്കുന്നുണ്ട്. അല്ലേ? തിരിഞ്ഞു നോക്കുക, അന്ത്യകാലഘട്ടമല്ലേ? നാം ഇന്ന് അന്ത്യകാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരു കൂട്ടം പാവപ്പെട്ടവർക്ക്, ഒരു കൂട്ടം വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നു. ഒരു ചെറിയ കൂട്ടത്തിന് രഹസ്യ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അനുഭവിക്കുന്നു, യേശുക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിക്കുന്നു. എൻ്റെ യേശു എൻ്റെ അടുത്തുണ്ട്, യേശുവിനെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് വ്യക്തമായ സമർപ്പണമെടുക്കുന്നു. നമുക്കിന്ന് അതിന് സാധിക്കുമോ? അങ്ങനെയെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളവരാണ്. അല്ലെങ്കിൽ നാം നിത്യ നരകത്തിലേക്കാണ്. ഒരു ലൗകികമായ മനുഷ്യനെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരു വ്യത്യാസവുമില്ല. നിത്യനരകം.
അധികം ലഭിച്ചവരാണ് നാം. നമ്മോട് അധികം ചോദിക്കും. പ്രിയ സ്നേഹിതരെ, ഇന്ന് അന്ത്യകാലഘട്ടത്തിൽ നാം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നോഹയുടെ കാലം പോലെ ഒരു കാലമെന്ന്. നോഹയുടെ കാലം പോലെ ഒരു കാലം. 24-ാം അധ്യായം 37-ാം വാക്യം അങ്ങനെയാണ്, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകുമെന്ന്. നോഹയുടെ കാലം. എന്താണ് നോഹയുടെ കാലത്തിൽ സംഭവിച്ചത്? എന്താണ് നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? എന്താണ് അന്ന് ലോകത്തിൽ എന്താണ് സംഭവിച്ചത്? അതറിയണമെങ്കിൽ നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിച്ചു നോക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൽ 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ നോഹയുടെ കാലവും ഈ കാലവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവും. നമുക്കത് ഈസിയായി, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കതിനെ ഒന്ന് താരതമ്യപ്പെടുത്തുവാൻ സാധിക്കും. എന്താണ് നോഹയുടെ കാലത്തിൽ സംഭവിച്ചത്? നമുക്കൊന്ന് ചിന്തിക്കാം അല്പസമയം. ഞാൻ യേശുക്രിസ്തുവിൽ ശരണപ്പെടുന്നു. നോഹയുടെ കാലത്തിൽ എന്താണ് സംഭവിച്ചത്? എന്താണ് നോഹയ്ക്ക് കിട്ടിയ ഭാഗ്യം? എന്താണ്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാണ്, മനുഷ്യൻ ഭൂമിയിൽ പെരുകിത്തുടങ്ങി. 800 കോടിയോളം ജനങ്ങൾ ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. മനുഷ്യൻ ലോകത്തിൽ പെരുകിത്തുടങ്ങി. വീണ്ടും 6-ാം അധ്യായം അതിന് 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. ദുഷ്ടമനുഷ്യർ, ദുഷ്ടത നിറഞ്ഞ ലോകം. എന്തിനു മനുഷ്യന്റെ കാര്യം പറയുന്നു? കൂട്ടായ്മകൾക്കകത്തെ ദൈവവിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ഹൃദയവിചാരങ്ങൾ എങ്ങനെയാണ്? കൂട്ടായ്മകൾ തമ്മിൽ സംഘർഷങ്ങൾ, കൂട്ടായ്മയ്ക്ക് ഉള്ളിൽ സംഘർഷങ്ങൾ. എനിക്ക് സ്വന്തമായി ഒരു നേതാവാകണം, അല്ല എനിക്ക് എന്തെങ്കിലും ആകണം, ആരെ എന്ത് പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകണം. കൂട്ടായ്മകൾക്കകത്ത്, അല്ല പള്ളികൾക്കകത്ത്, പള്ളികൾ തമ്മിൽ സംഘർഷങ്ങൾ. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല പ്രിയമുള്ളവരെ. ഞാൻ ഇന്നും യാക്കോബായ സഭയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നും ദേവാലയത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ യേശുക്രിസ്തുവിനെ കാണാതെ ആചാരങ്ങളുടെ പുറകെ നടക്കുന്നത് കാണുമ്പോഴുള്ള ഒരു വേദന എൻ്റെ ഹൃദയത്തിലുമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നാൽ ദുഷ്ടത നിറഞ്ഞൊരു ലോകം, യേശുവിനെ നോക്കാതെ, വിളിച്ചവനെ നോക്കാതെ, വേറെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പുറകെ പോകുന്ന ഒരു ലോകം. എന്നാൽ ആ ദുഷ്ടത നിറഞ്ഞ ലോകത്തെ യഹോവ നോക്കിക്കാണുന്നു. ഇന്ന് അങ്ങനെയാണ്. ഇന്നും ഹൃദയവിചാരങ്ങൾ ദുഷ്ടമാണ്, ദുഷ്ടതയാണ്, ഹൃദയത്തിൽ അശുദ്ധിയാണ്. ആരെ എങ്ങനെ അപായപ്പെടുത്തണമെന്നാണ് ചിന്ത. ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നാം ഇന്നായിരിക്കുന്നു. അന്ത്യകാലഘട്ടമാണ്. നോഹയുടെ കാലം പോലെ ഒരു കാലം യഹോവ ഈ ലോകത്തെ കാണുന്നു. ഈ അവസാന കാലഘട്ടത്തിൽ ഈ ദുഷ്ടലോകത്തെ കാണുന്നു. വീണ്ടും നാം വായിക്കുകയാണ് 6-ാം അധ്യായം അതിൻ്റെ 11-ഉം 12-ഉം വാക്യങ്ങൾ. എന്താണ് പറയുന്നത്? അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിക്രമങ്ങളാൽ നിറഞ്ഞൊരു ലോകം, വഷളായൊരു ലോകം, പ്രീമാരിറ്റൽ സെക്സും എക്സ്ട്രാ മാരിറ്റൽ സെക്സും എല്ലാം നിറഞ്ഞൊരു ലോകം, അശുദ്ധി ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ലോകം, പരസ്യമായി എന്ത് ചെയ്യുവാനും മടിയില്ല. ഇന്ന് ആ കൊറോണ എന്ന് പറയുന്ന ഒരു മഹാമാരി വരുത്തി വെച്ചൊരു വിപത്ത്, പിശാച് ലോകത്തിലേക്ക് എറിഞ്ഞിട്ടൊരു വിപത്ത്. എന്താണ്? മനുഷ്യർക്ക് ഒന്നും പേടിയില്ലാതെയായി, എന്ത് ചെയ്യുവാനും പേടിയില്ലാതെയായി. സോഷ്യൽ മീഡിയ അത്രയേറെ വ്യാപിച്ചിരിക്കുന്നു. മൊബൈല് കയ്യിൽ പിടിക്കാതെ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നായി. മൊബൈലിൽ എല്ലാം ഇന്ന് ലഭ്യമാണ്, നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം ലഭ്യമാണ്. മനുഷ്യനെ രഹസ്യമായി എന്തും ചെയ്യാം, എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. ആരോടും എങ്ങനെയും സംസാരിക്കാം. ഒരു ഭാര്യ ഇരിക്കുമ്പോൾ വേറെ ആളോടുകൂടെ സംസാരിക്കാം, അല്ല ഒരു ഭർത്താവ് ഇരിക്കുമ്പോൾ വേറെ ആളോട് സംസാരിക്കാം. അതിനൊന്നും ഒരു ലജ്ജയുമില്ല. ഇതെല്ലാവിധ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വന്നിരിക്കുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ സാധിക്കുന്നില്ല. അവൻ്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിയുന്നില്ലയോ എന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് അശുദ്ധി നിറച്ചു തരുന്നു, വഷളത്വം നിറച്ചു തരുന്നു. ഭൂമി യഹോവയുടെ മുമ്പിൽ വഷളായി പോയി, അശുദ്ധി നിറഞ്ഞു പോയി, അതിക്രമങ്ങൾ നിറഞ്ഞു പോയി. നാം ഇന്ന് ആ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയുണ്ട്? നാം ഇന്ന് അതിൻ്റെ പുറകെ പോകുന്നവരാണോ? ഈ ലോകത്തിൻ്റെ പുറകെ സഞ്ചരിക്കുന്നവരാണോ? ഈ വഷളായ ലോകത്തിൻ്റെ പുറകെ വഷളത്വം പ്രവർത്തിച്ച് നടക്കുന്നവരാണോ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. നാം ഇന്ന് അതിന് മൗനസമ്മതം കൊടുക്കുന്നവരാണോ? ഇങ്ങനെയെല്ലാം ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണോ? ചിന്തിച്ചു കൊള്ളുക, നാം ഇന്ന് അവസാന കാലഘട്ടത്തിലാണ്. നോഹയുടെ കാലം പോലൊരു കാലം. വീണ്ടും നാം വായിക്കുകയാണ് 6-ാം അധ്യായം 1-ാം വാക്യം തന്നെ. അവിടെ പറയുന്നുണ്ട്, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്ന്. അതിന് അനേകം അർത്ഥങ്ങളുണ്ട്, അനേകം അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ ഈ കാലഘട്ടവുമായി നാം ഒന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ന്
ദൈവമക്കൾ എന്ന പേരുള്ളവർ, വളരെ ചെറുപ്പത്തിലെ ദൈവമക്കളായി സമർപ്പിച്ചവർ, വിശുദ്ധിയോടെ ജീവിച്ചവർ, എന്നാൽ ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, കൂട്ടായ്മകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, എല്ലാം വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, തോന്നിയ പോലെ ജീവിക്കുന്നു. ദൈവമക്കളായി ഒരു പ്രാവശ്യം സമർപ്പണം എടുത്തവരാണ്, അവർ ജീവിച്ചവരാണ്, വചനം പറഞ്ഞവരാണ്, എന്നാൽ ഇന്ന് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അതുമാത്രമാണ് അവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാനുള്ളത്. അതിന് അനേകം അർത്ഥങ്ങളുണ്ട്. എന്നാൽ തിരിഞ്ഞു നോക്കുക, ഇന്ന് അതല്ലേ സംഭവിക്കുന്നത്? അന്ത്യകാലഘട്ടമാണ്. അന്ത്യകാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. ഇന്ന് നാമും തിരിഞ്ഞു നോക്കണം. ഇതെല്ലാം നാം പറയുമ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ദേശത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് കരയാൻ തോന്നുന്നുണ്ടോ? അല്ല നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് അറിയാൻ തോന്നുന്നുണ്ടോ? അല്ല വ്യക്തിപരമായിരുന്ന് കരയാൻ തോന്നുന്നുണ്ടോ? കർത്താവേ, ഈ അന്ത്യകാലഘട്ടത്തിൽ ഞാൻ നിന്നെ വേദനിപ്പിച്ച് നടന്നു പോയല്ലോ. ഇതെല്ലാം ഞാൻ അറിഞ്ഞിട്ടും എനിക്ക് അനേകം അവസരങ്ങൾ ലഭിച്ചിട്ടും ഞാൻ യേശുക്രിസ്തുവിനെ കാണാതെ, യേശുക്രിസ്തുവിനെ നോക്കാതെ ഇന്നും ഭൂമിയിലെ സൗകര്യങ്ങളും ഭൂമിയിലെ അശുദ്ധിയും നോക്കി ഞാൻ നടന്നു പോയല്ലോ. ആ വേദനയോടെ ഇന്ന് അവൻ്റെ സന്നിധിയിലേക്ക് കടക്കുവാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ഭാഗ്യമാണ്. ഇന്ന് അതിനുള്ള അവസരമാണ്. യേശുക്രിസ്തു നമ്മളെ അടുത്ത് വന്നിരുന്ന് നമ്മോട് പറയുകയാണ്, മകനെ, ഇന്ന് നീ നിന്റെ ജീവിതം യേശുവിനെ സമർപ്പിക്കുമെന്ന്, ഇന്ന് നിന്റെ ജീവിതം എനിക്ക് തരുമെന്ന്. ലോകത്തിൽ ഒരു പക്ഷേ വിലയില്ലാതായി പോയേക്കാം, ലോകത്തിൽ ആരും നമ്മെ മാനിച്ചില്ല എന്ന് വന്നേക്കാം. എന്നാൽ ഈ നോഹയുടെ കാലം പോലെയുള്ള ഒരു കാലത്തിൽ യേശുവിനായി ജീവിതം സമർപ്പിക്കുക, ഒരു വ്യത്യസ്ത മനുഷ്യനായി ജീവിക്കുക, ഒരു വ്യത്യസ്ത സ്വഭാവമുള്ളവനായി ജീവിക്കുക. എന്നാൽ അന്ന് ആ കാലഘട്ടത്തിൽ നോഹയ്ക്കൊരു ഭാഗ്യം ലഭിച്ചു. 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നെ ഹൃദയത്തിലേറെ തൊട്ട ഒരു വാക്യമാണ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന്. ഈ കാലഘട്ടത്തിൽ എനിക്ക് എൻ്റെ യേശുവിൻ്റെ ഒരു കൃപ ലഭിച്ചു. എനിക്ക് എന്നോട് കൃപ തോന്നി. ഞാനും നശിച്ചു പോകേണ്ടവനായിരുന്നു. എൻ്റെ ഹൃദയം മുഴുവൻ അശുദ്ധമായിരുന്നു. എനിക്ക് ലോകപ്രകാരം ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ലോകത്തിൽ എന്തെല്ലാമോ നേടി ജീവിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്നാൽ എന്നോട് കൃപ തോന്നി, എന്നോട് കരുണ തോന്നി. എന്നെ ആ സമൂഹത്തിൽ നിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു. നശിക്കുന്ന സമൂഹത്തിൽ നിന്ന്, നശിച്ചു പോകേണ്ട സാഹചര്യങ്ങളിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ വലിച്ചെടുത്തു. പ്രിയമുള്ളവരെ, ഞാൻ അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മേന്മ പറയുവാനല്ല, ഞാൻ തികഞ്ഞവനായി എന്ന് പറയുവാനല്ല, ഞാനെല്ലാം വിശുദ്ധനാണെന്ന് പറയാനല്ല. ഇന്നും കുറവുകളുണ്ട്, ഇന്നും അനേകം ബലഹീനതകളുണ്ട്. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ബലഹീനതകളെല്ലാം കണ്ടിട്ടും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുക്രിസ്തു, ഞാൻ നശിച്ചു പോകരുന്ന ആഗ്രഹമുള്ള എൻ്റെ യേശുക്രിസ്തു, എന്നെ നിത്യരാജ്യത്തിൽ എത്തിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്ന എൻ്റെ യേശുക്രിസ്തു, അവൻ എന്നെ സ്നേഹമാണ്. എൻ്റെ ബലഹീനതകളിൽ എന്നോട് സഹതാപം കാണിക്കുന്നവനാണ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. ഒരു തെറ്റ് വരുമ്പോൾ ധൈര്യത്തോടെ ആ കൃപാസനത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ഇന്ന് എനിക്ക് കൃപ തരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റ് വരികയില്ല എന്ന് എനിക്കൊരു സമർപ്പണം കർത്താവ് കൃപയാൽ തന്നു. പ്രിയമുള്ളവരെ, എൻ്റെ മേന്മയല്ല അത്, ദൈവത്തിൻ്റെ കൃപ, അനന്ത സ്നേഹം, അളവില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹമാണ്. സ്നേഹിതരെ, ഇന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഭാഗ്യം അതാണ്. ഇന്ന് നിങ്ങൾ ഈ TV ഓണാക്കിയെങ്കിൽ, നിങ്ങൾ ഈ യൂട്യൂബിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഒരിക്കലും അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. നിങ്ങളോട് സ്നേഹം തോന്നിയതുകൊണ്ടാണ്, യേശുക്രിസ്തുവിന് നിങ്ങളോട് കരുണ തോന്നിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളെന്ന് വചനം കേൾക്കുകയില്ല. വചനം കേൾക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു കൃപയാണ്. ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ നമുക്കും ഇന്ന് കൃപ ലഭിച്ചു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, വചനം കേൾക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. എന്നാൽ നിങ്ങളത് തട്ടിക്കളയരുത്. ഈ കൃപയെ നിങ്ങൾ ഗണ്യമാക്കാതെ പോകരുത്. ഈ സ്നേഹത്തെ നാം ഗൗനിക്കാതെ പോകരുത്. ഇന്ന് നാം തീരുമാനമെടുക്കണം, കർത്താവേ, എനിക്ക് കിട്ടിയ അവസാന നിമിഷമാണോ ഇത്? അറിയില്ല. ഇനി എനിക്ക് ആയുസ്സുണ്ടോ? എനിക്ക് അറിയില്ല കർത്താവേ. എന്നാൽ ഇന്ന് ഈ നിമിഷം ഞാൻ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിന് സമർപ്പിക്കുന്നു. നമുക്ക് കിട്ടിയ കൃപ എന്താണ്? നോഹയ്ക്ക് കിട്ടിയ കൃപ, അവനോട് ചേർന്ന് നടക്കുവാൻ സാധിച്ചു. നോഹ അതിന് 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. നോഹയുടെ കൂടെ നടക്കാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ, ആ ലോകത്തിൽ നോഹ ഒരു വ്യത്യസ്ത മനുഷ്യനായി ദൈവത്തോടു കൂടെ നടന്നു. എല്ലാവരും അവനെ പുച്ഛിച്ചു, എല്ലാവരും അവനെ പരിഹസിച്ചു. അന്നുവരെ കേൾക്കാത്തൊരു മഴയെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്.
അവനെല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകും. എന്നാൽ അവൻ ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നടന്നു, ദൈവം അവനോടുകൂടെ നടന്നു. മകനെ, ഈ കാലഘട്ടത്തിൽ നീ ഒരു സമർപ്പണം എടുത്തു കഴിഞ്ഞാൽ, നീ ഒരു കൂട്ടായ്മയിൽ പോയി കഴിഞ്ഞാൽ, നീ ഒരു സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ, നീ വ്യക്തിപരമായി തീരുമാനമെടുത്താൽ നിനക്ക് പ്രത്യേകിച്ച് ഈ ലോകത്തിലൊരു വിലയും ഉണ്ടാകുകയില്ല. ഈ ലോകത്തിൽ നിനക്ക് പ്രത്യേകിച്ച് കൂട്ടുകാരൊന്നും ഉണ്ടാകുകയില്ല. എല്ലാവരും നിന്നെ പുച്ഛിക്കും, എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തും, ആരും നിന്നോട് പ്രത്യേകിച്ച് കൂട്ടുകൂടാനൊന്നും വരികയില്ല. എന്നാൽ ഒരു സന്തോഷം നമുക്കുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ കൂടെ എൻ്റെ യേശു ക്രിസ്തു ഉണ്ട് എന്നുള്ള സന്തോഷം. ഞാൻ ഇന്ന് കടന്നു പോയാൽ സ്വർഗരാജ്യത്തിലെത്തുമെന്നുള്ള സന്തോഷം. ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ട്. ഒരു പക്ഷേ രോഗക്കിടക്കയിൽ കിടക്കുമ്പോൾ ആരും വന്ന് കണ്ടെന്ന് വരികയില്ല, പ്രത്യേകിച്ച് ആരും ആശ്വാസവാക്ക് പറഞ്ഞെന്ന് വരികയില്ല. കടം വന്ന് നിറഞ്ഞിട്ടുണ്ടാകും, എന്നാൽ ആരും സഹായിക്കാനില്ലായിരിക്കും. വീട് ജപ്തി കിട്ടി പോയിട്ടുണ്ടാകും, എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, മാതാപിതാക്കൾ അല്ലെങ്കിൽ മക്കൾ തിരിഞ്ഞു നോക്കുന്നുണ്ടാകുകയില്ല. എന്നാൽ ഒരു സന്തോഷം നിന്റെ ഹൃദയത്തിലുണ്ടാകും. എൻ്റെ കൂടെ എൻ്റെ യേശു ക്രിസ്തു ഉണ്ട്, ഞാൻ ദൈവത്തോടു കൂടെയാണ് നടക്കുന്നത്. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ യേശു എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നീ നിഷ്കളങ്കനായി നടക്കും, നീതിമാനായി നടക്കും. മനുഷ്യരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവം നോക്കുമ്പോൾ രഹസ്യങ്ങളെ കാണുന്ന യേശു ക്രിസ്തു നോക്കുമ്പോൾ ഒരു രഹസ്യ വിശുദ്ധനായി നടക്കും. പ്രത്യേകിച്ച് പ്രോത്സാഹനമൊന്നും കിട്ടിയില്ലെങ്കിലും യേശു ക്രിസ്തു തരുന്ന പ്രോത്സാഹനം, മകനെ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ നടന്നുകൊള്ളുക, ഈ ഭൂമിയിൽ നീ ദൈവത്തിൻ്റെ വേല ചെയ്തുകൊള്ളുക, നീ ഒരു വിശുദ്ധനായി നടന്നുകൊള്ളുക എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തോടു കൂടെ നടക്കാൻ മനുഷ്യരുടെ കൂടെയല്ല, ലോകത്തിൻ്റെ കൂടെയല്ല, സിനിമയുടെ കൂടെയല്ല, മദ്യപാനത്തിൻ്റെ കൂടെയല്ല, പുകവലിയുടെ കൂടെയല്ല, അശുദ്ധിയുടെ കൂടെയല്ല, ദൈവത്തോടു കൂടെ നടക്കാൻ. അങ്ങനെയെങ്കിൽ നാം ഇന്ന് ഭാഗ്യമുള്ളവരായി മാറും. ഈ നോഹയുടെ കാലം പോലെ കാലത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച ഈ സമയത്ത് നാം ഒന്ന് തീരുമാനമെടുക്കാമോ? കർത്താവേ, ഞാൻ ഇന്ന് മുതൽ നിൻ്റെ കൂടെ നടക്കുവാൻ. അല്ല കർത്താവേ, എനിക്ക് അങ്ങനെ സ്വന്തമായി നടക്കുവാനുള്ള കഴിവില്ല, നീ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചുകൊള്ളണമേ, നീ എൻ്റെ കൂടെ നടന്നുകൊള്ളണമേ, അരുതാത്ത വഴികളിലേക്ക് ഞാൻ പോകാതെ എന്നെ നീ ഒന്ന് വേലി കെട്ടി കാത്തുകൊള്ളണമേ. സമർപ്പിക്കാമോ? അങ്ങനെയെങ്കിൽ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയം നിറയ്ക്കും, നമ്മുടെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയും. നിരാശ നമ്മളിൽ നിന്ന് മാറിപ്പോകും. പിന്നെ എന്തിനാണ് നിരാശ? ഭൂമിയിൽ എന്തെങ്കിലും നോക്കി നിരാശപ്പെടുമോ? ഇല്ല. കാരണം എന്താണ്? ഭൂമിയിൽ ഒന്നുമില്ലെങ്കിലും അങ്ങ് നിത്യരാജ്യം എനിക്ക് അവകാശമാണ്. സ്വർഗത്തിൽ എൻ്റെ പേരെഴുതിയിരിക്കുന്നു. സ്വർഗത്തിൽ പേരെഴുതി കിട്ടിയിരിക്കുന്ന ഒരു കൂട്ടം, എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്വർഗത്തിൽ പേരെഴുതി കിട്ടിയിരിക്കുന്ന ഒരു കൂട്ടം. പിന്നെ എന്തിനാണ് നിരാശ? പ്രത്യാശയാൽ നിറയുന്നു. ലോകത്തിൽ എന്ത് സംഭവിച്ചു കൊള്ളട്ടെ, എന്തും വന്നു കൊള്ളട്ടെ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കൂടെ എൻ്റെ യേശു ക്രിസ്തു ഉണ്ട്, എൻ്റെ ഹൃദയത്തിൽ എൻ്റെ യേശു ക്രിസ്തു ഉണ്ട്. പിന്നെ എന്ത് വന്നാൽ എന്താണ് പ്രിയമുള്ളവരെ? അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ വരും. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം. കർത്താവേ, ഈ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, കർത്താവേ, എനിക്ക് ഇന്നൊരു തീരുമാനം. എന്താണെന്ന് അറിയുമോ? ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകയാണ്, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ കൂടെ നടക്കുകയാണ് എന്ന്. ഇനി അധികം നാളില്ല എന്ന് നമുക്കറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. യഹോവയെ കണ്ടെത്താകുന്ന സമയം, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിനെന്ന്. അവൻ അടുത്തിരിക്കുമ്പോൾ, ഈ സമയം അവൻ നമ്മോട് അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. പ്രിയമുള്ളവരെ, ഇനി നമുക്കൊരു അവസരമുണ്ടോ? ഈ വചനം പറയുന്നത് എനിക്ക് ഇനി ഒരു അവസരമുണ്ടോ? എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയുകയില്ല. ഇതാണ് സുപ്രസാദ കാലം, ഇതാണ് രക്ഷാ ദിവസം. ഈ ദിവസത്തിൽ അവനെ വിളിച്ചപേക്ഷിക്കുക. ഈ സമയത്ത് അവനോട് പറയുക, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഈ കൃപയുടെ വാതിൽ അടയ്ക്കുവാൻ പോവുകയാണ്, കൃപയുടെ വാതിൽ പൂട്ടുവാൻ പോവുകയാണ്. സഹോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. യേശുക്രിസ്തു വിളിക്കുകയാണ്, യേശുക്രിസ്തു നമ്മുടെ വാതിലിൽ വന്ന് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കുമെന്ന് പ്രിയമുള്ളവരെ നമ്മെ വിളിക്കുന്നു. ഈ കൃപയുടെ വാതിൽ അടയ്ക്കാറായി, കൃപയുടെ വാതിൽ എന്നേക്കുമായി അടയ്ക്കാറായി, കൃപായുഗം കഴിയാറായി. നമുക്കിന്ന് അവൻ്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലാമോ? നമുക്കൊന്ന് ചേർന്ന് പാടിയാലോ? കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു. നമുക്കൊന്ന് ചേർന്ന് പാടാം. കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലിത പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ, ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം.
സോദരരെ ഓടി വരുമെന്ന്, കൃപയുടെ വാതിൽ പൂട്ടുവാറായെന്ന്. സോദരരെ ഓടി വരും. എങ്ങനെയാണ് ഓടി വരേണ്ടത്? എങ്ങനെയാണ് നാം ഓടിച്ചെല്ലേണ്ടത്? ആ കൃപയുടെ വാതിലിനടുത്തേക്ക് എങ്ങനെയാണ് നാം ഓടിച്ചെല്ലേണ്ടത്? ഇങ്ങനെയാണ് നാം ഓടിച്ചെല്ലേണ്ടത്. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. ഞാനും എനിക്കുള്ളതെല്ലാം എൻ്റെ യേശുവിന് സ്വന്തം, എൻ്റെ യേശു ക്രിസ്തുവിന് സ്വന്തമാണ്. ഇന്നു മുതൽ ആ കൃപയുടെ വാതിലിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടി വരികയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഓടിച്ചെല്ലാമോ? ആ കൃപയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആ ക്രൂശിൻ ചുവട്ടിലേക്ക്, ആ യേശുവിൻ്റെ അടുക്കലേക്ക്, ആ ക്രൂശിതനായി കിടക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് വേണ്ടി അവസാനതുള്ള രക്തം വരെ ചൊരിഞ്ഞുകൊണ്ട്, ആ തിരുരക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊന്ന് ചെല്ലാമോ? ആ ക്രൂശിലേക്ക് ചെല്ലാമോ? ആ കൃപയുടെ വാതിലിലേക്ക് ചെല്ലാമോ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് ആ പാപം അതിക്രമങ്ങൾ മോചിച്ചു തരുന്നവനായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് തന്റെ ലംഘനങ്ങളെ മറിക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന്. ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ആ കൃപയുടെ വാതിലിനടുകിലേക്ക് ചെല്ലുക. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിന്റെ വകയായി ജീവിച്ചു കൊള്ളാം. ഞാൻ ലോകപ്രകാരം ജീവിച്ച വ്യക്തിയാണ്, ഈ ലോകപ്രകാരം മാത്രം നടന്നിരുന്നൊരു വ്യക്തിയാണ്. എന്നാൽ ഈ നിമിഷം, ഈ കൃപാ ദിവസം, ഈ കൃപയുടെ സമയം, ഈ വചനം കേൾക്കുന്ന സമയം, എന്നോട് ഇടപെടുന്ന സമയം, നീ എൻ്റെ അടുത്തിരിക്കുന്ന സമയം, നീ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന സമയം, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. നമുക്ക് സമർപ്പിക്കാമോ? നമ്മുടെ തീരുമാനം പുതുക്കാമോ? അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ സമയം നീ ഞങ്ങളോട് കൃപ തോന്നിയതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഈ കൃപായുഗത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം ലഭിച്ച കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ വചനം ഞങ്ങളോട് ഇടപെടുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. നീ ഞങ്ങളുടെ അടുത്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നീ ഞങ്ങളെ മാറോട് അണച്ചിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നീ ഒരു ദിവസം കൂടെ ആയുസ് തന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ഈ നിമിഷം ഞങ്ങളെ പാപഭാരവുമായി നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. പാപത്തിൻ്റെ ഒരു ഭാണ്ഡക്കെട്ടുമായി നിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഞങ്ങൾ ചിന്തിച്ചിരുന്നത് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്നാണ്. ഞങ്ങൾ ചിന്തിച്ചിരുന്നത് ഞങ്ങൾ പ്രകടമായി പാപങ്ങൾക്കൊന്നും പോകുന്നില്ല എന്നാണ്. കർത്താവേ, എന്നാൽ നിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വീശുമ്പോൾ ഞങ്ങൾ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ കണ്ടെത്തുന്നു. ഞങ്ങൾ പാപികളാണ് എന്ന് തിരിച്ചറിയുന്നു. എന്നാൽ ഒന്നുകൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള തിരുവചനവും ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ തിരുരക്തം ഒരു തുള്ളി ഞങ്ങളുടെ തലയിലൊന്ന് വീഴ്ചാൽ ഞങ്ങളെ സകല പാപവും കഴുകി കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് അപ്പാ കൃപയുടെ വാതിൽ പൂട്ടുന്നതിന് മുമ്പ് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നു. നിന്റെ കൂടെ നടക്കുവാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങളെ വലങ്കരത്തിൽ നീ പിടിക്കണമേ, ആ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. കർത്താവേ, ഇന്നു മുതൽ ഞങ്ങൾ നിന്റെ മകളായി മകനായി ജീവിക്കും, നിന്റെ മക്കളായി ഞങ്ങൾ ജീവിക്കും. കർത്താവേ, സാത്താനെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. പിശാചിനെ അപ്പാ ഞങ്ങൾ ഇന്ന് ഈ നിമിഷം ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവിനെ, ഞങ്ങളുടെ സ്വന്തം കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അതിനുള്ള യോഗ്യതയൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ കർത്താവെ, കരുണ തോന്നി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. നിന്റെ മക്കളായി ഞങ്ങളെ തീർക്കണമേ. അതിനായി ഞങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ആയുസ് മുഴുവനായി സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. തന്ന സകല നന്മകൾക്കുമായി ഞങ്ങൾ സ്തുതിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരളണമേ. ആമീൻ.